ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു. 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ത്രിവേണി സംഗമത്തിലേക്ക് പോകരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യം വിലയിരുത്തുന്നു. ദുരന്തത്തിന് പിന്നാലെ മഹാകുംഭമേള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ, അവിടെ കുംഭമേളയിൽ പരിക്കുണ്ടായ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അത്തരം വിവരങ്ങൾ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് നമുക്ക്? എസ്.കെ.എൻ, മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും 10 പേർ മരിച്ചതായുള്ള പ്രാദേശിക മാധ്യമങ്ങളുടേതടക്കമുള്ള റിപ്പോർട്ടുകൾ വന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണമോ വിശദീകരണമോ ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഒപ്പം തന്നെ പരിക്കേറ്റതായുള്ള സ്ഥിരീകരണമുണ്ട് എങ്കിലും എത്ര പേർക്ക് പരിക്കേറ്റു എന്ന കണക്കോ അവരുടെ നിലവിലുള്ള അവസ്ഥ സംബന്ധിച്ചോ ഇതുവരെയും സ്ഥിരീകരണമില്ല. നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പരിക്കേറ്റവരെ സെക്ടർ 2-ലുള്ള ആശുപത്രിയിലാണ്, ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രത്യേകം ക്രമീകരിച്ച ആശുപത്രിയിലാണ് അവർക്ക് ചികിത്സ നൽകുന്നത്. അതിൽ നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 30 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം സാഹചര്യത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ കാണുന്നത്. പ്രത്യേകിച്ചും കണക്കാക്കിയതിനേക്കാൾ വലിയ ആൾത്തിരക്ക് ഇന്നലെയും ഇന്നുമായി മഹാകുംഭമേള പ്രദേശത്ത് ഉണ്ട്. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് VIP-കളുടെ നീക്കങ്ങൾ സന്ദർശനം കൂടിയാകുന്ന ഘട്ടത്തിൽ ഈ തിരക്കുകൾ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്നാണ് പ്രാദേശികമായുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും ബാരിക്കേഡ് തകർന്ന് ആളുകൾ നിലത്ത് വീഴുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. സാഹചര്യം അവലോകനം ചെയ്തു വരികയാണ്. എസ്.കെ.എൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.